എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ധനുഷിൻ്റെ സംവിധാനത്തിൽ വന്ന നിലവുക്ക് എന്മേൽ എന്നടി കോപം എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ കഥാനായകൻ വന്നിട്ട് ഒരു പ്രേമ നൈരാശ്യത്തിൽ മുടങ്ങി വീട്ടിൽ കിടക്കുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ അച്ഛനും അമ്മയും വന്നിട്ട് വേറൊരു കല്യാണത്തിന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഇവരൊരു പെണ്ണ് കാണാൻ പോകുന്നു. അങ്ങനെ ഇവർ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ആ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെണ്ണ് വന്നിട്ട് ഇവൻ്റെ കൂടെ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചൊരു ചക്കനാണ്. അപ്പോൾ ഈ പെണ്ണ് പറയുന്നു, എനിക്ക് ഇവനെ വന്നിട്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്ന് എന്താ പറയുക, ഞങ്ങളൊന്ന് പരിചയപ്പെട്ട് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്നറിയാം എന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ആ പെണ്ണും ഇവനും കൂടെ ചേർന്ന് കുറച്ച് ദിവസം എല്ലാ കാര്യത്തിലും അങ്ങനെ പരിചയപ്പെട്ടുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പെണ്ണിന് ഇവൻ്റെ മേലെ ഒരു പ്രിയം വരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കിട്ടുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥാനായകൻ്റെ എക്സ് ലവറിൻ്റെ കല്യാണ ഇൻവിറ്റേഷൻ ആയിരിക്കും. ആ കാര്യം വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ പെണ്ണിൻ്റെ അടുത്ത് കഥാനായകൻ പറയുകയും അതിനുശേഷം വന്നിട്ട് നമ്മുടെ ആ പെണ്ണ് പറയും, നീ അവരുടെ കല്യാണത്തിന് പോകണം, അവിടെ എന്ത് നടക്കുന്നു എന്നൊക്കെ നീ ഒന്ന് അന്വേഷിക്കണം, നീ അവിടെ പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് പോകാൻ പറയുന്നു. പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ടൈറ്റിലിൽ നമ്മുടെ ഡയറക്ടർ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊരു യൂഷ്വൽ ലവ് സ്റ്റോറിയാണ്. അതുകൊണ്ട് യൂഷ്വൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ നടക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കഥയ്ക്കകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതൊന്ന് തിരക്കഥയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം കുറച്ച് സ്ലോ ആണ്. പക്ഷേ ആ സ്ലോ വന്നിട്ട് നമുക്ക് എൻജോയബിൾ രീതിയിലാണ് ഉണ്ടായിരുന്നത്, അല്ലാണ്ട് ബോറടിക്കുന്നതായിരുന്നു തോന്നിയില്ല. പടം അങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നു, അതേ ലെവലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻ്റർവെല്ലിന് ശേഷം അത് കുറച്ചും കൂടെ സ്പീഡാവുന്നുണ്ട്. പക്ഷേ പടത്തിൻ്റെ ക്ലൈമാക്സ് ആകുന്ന സമയത്ത് വന്നിട്ട് ഇവരെന്തോ പുതിയതായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അതായത് ട്വിസ്റ്റ് വയ്ക്കുക അങ്ങനത്തെയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് ബോറടിപ്പിച്ചു. അതായത് എന്താ പറയുക, ലാഗ് ആക്കി എടുത്തു എന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് സ്ലോ ആണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ഫാസ്റ്റാണ് എന്ന് നമുക്ക് പറയാം. പടത്തിലെ ഹീറോ പുതുമുഖ ആയതുകൊണ്ട് മൊത്തം കഥയുടെ സബ്ജക്റ്റും വന്നിട്ട് കഥാനായകൻ്റെ തലയിൽ കെട്ടിവെക്കാണ്ട് എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റിനും അതിൻ്റേതായ സീനിന് വേണ്ട ലെവൽ കൊടുത്ത് അങ്ങനെ അവർ മാച്ച് ചെയ്തിട്ടുണ്ട്. കഥാനായകൻ അതേപോലെ നമ്മുടെ ധനുഷ് ഫാമിലിയിൽ നിന്ന് വന്നതാണ് എന്ന് വെച്ച് നിങ്ങൾ ധനുഷിൻ്റെ അഭിനയമൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും തരക്കേടില്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. സാധാരണ പുതുമുഖ കഥാനായകന്മാർ വരുന്നതിനേക്കാട്ടിലും ഇയാൾ ഡീസൻ്റായിട്ട് എന്താ പറയുക, മുഖം മൊത്തം സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അയാളുടെ പരിശ്രമം നന്നായി ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ പരിശ്രമങ്ങളും എന്താ പറയുക ചാൻസുകളൊക്കെ റെഡിയാക്കി എടുത്തിട്ട് വീണ്ടും അയാളുടെ അഭിനയം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാലും തരക്കേടില്ല, നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. യൂഷ്വലായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയിൽ ആവശ്യത്തിന് വേണ്ട കോമഡികളൊക്കെ എടുത്ത് നല്ല ഡീസൻ്റായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് അവർ മിസ്റ്റേക്ക് ചെയ്യുന്നു. അതായത് വന്നിട്ട് ഇമോഷണലായ സീനൊക്കെ വന്നിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്ന സമയത്ത് അതൊരു കോമഡി ആയിട്ട് തോന്നി. അതേപോലെ കോമഡി ആയിട്ടുള്ള സീനുകളൊക്കെ വന്നിട്ട് കുറച്ച് ഇമോഷണലായിട്ട് തോന്നി എന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. ക്യാമറ വർക്കും മേക്കിങ്ങും തരക്കേടില്ല. അതേപോലെ 2 പാട്ട് അടിപൊളിയായിരുന്നു. അതിൽ ഒരു പാട്ടിൻ്റെ VFX ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിരുന്നു. അങ്ങനെ ഒരു മോഡേൺ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അവർ എടുത്തിട്ടുണ്ട്. അവരെന്താ ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞില്ല. എന്താ പറയുക, സ്ക്രീനിൽ വരുന്ന എല്ലാ പെൺപിള്ളേരും മദ്യപിക്കുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു ഇവർ മോഡേൺ എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ അതേപോലെ ചില സീനുകൾ വന്നിട്ട് റിയാലിറ്റിയോട് ചേരാണ്ട് വെറും സിനിമയ്ക്ക് വേണ്ടി മാത്രം എടുത്തു പോലത്തെ സീനുകൾ. അതായത് വന്നിട്ട് ഇവൻ്റെ എക്സ് ലവ് സ്റ്റോറി ഒന്ന്, അതേപോലെ ഒരു ബീച്ചിൽ വന്നിട്ട് ഉണക്കമീൻ കറി ഉണ്ടാക്കി വെക്കുന്നൊരു സീന്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് മാത്രമേ അങ്ങനത്തെ സീനുകളൊക്കെ വരുള്ളൂ. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റൊമാൻറ്റിക് കോമഡി എന്നുള്ളൊരു രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ സിനിമയിൽ വന്നിട്ട് കുറേ എമോഷണൽ സീനുകളൊക്കെ ഉണ്ട്. ആ എമോഷണൽ സീനുകളിലൊക്കെ ഇവർ കോമഡി മിക്സ് ചെയ്തിട്ട് കുറച്ച് കൊളാക്കി. അതൊക്കെ വേണ്ട രീതിയിൽ കൊണ്ടുവരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ നന്നായിരിക്കുമായിരുന്നു. ടീനേജ് പിള്ളേർക്കൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടും. അതേപോലെ മറ്റവർക്കും പോയി ഇരുന്ന് കാണാം. അതായത് വന്നിട്ട് എന്താ പറയുക, ബോറടിക്കാനുമ്പോൾ ടൈം പാസിന് വേണ്ടി പോയിരുന്ന് കാണാം. അങ്ങനെയുള്ളൊരു സിനിമയാണ്. അപ്പോൾ ശരി എന്നാൽ ബൈ.